ശ്രീജിത്ത്, ഈ കൂടിയാലോചനകൾ പല തലങ്ങളിൽ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. KPCC പ്രസിഡന്റ് അല്പസമയം ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് മാധ്യമങ്ങളെ അറിയിക്കാമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തൊക്കെ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ശ്രീജിത്ത്? ഉന്മേഷ്, കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി സംബന്ധിച്ചു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിയമസ്വാംഗത്വം രാജിവെക്കണം എന്നുള്ള ആവശ്യം പാർട്ടിക്കകത്ത് ഉയരുന്നുണ്ട്. മുൻപെങ്ങുമില്ലാത്ത വിധം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മുൻപെങ്ങുമില്ലാത്ത വിധം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും വനിതാ നേതാക്കളും MLA-മാരും പോഷക സംഘടനാ ഭാരവാഹികളും എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസ്വാംഗത്വം രാജിവെക്കണം എന്ന അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ എന്തു വേണമെന്ന ആലോചനയാണ് KPCC തലത്തിൽ നടക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായും ഹൈക്കമാൻഡ് നേതാക്കളുമായും ആശയവിനിമയം നടത്തുന്നുണ്ട്. എങ്കിലും ഒരു അന്തിമ നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ്, പ്രഖ്യാപിക്കാവുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എടുക്കേണ്ട ഒരു സമീപനം സംസ്ഥാനത്തെ നേതാക്കൾ കൂടിയാലോചിച്ച് തങ്ങളുടെ നിലപാട് കേരളത്തിൽ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയെ അറിയിക്കുക എന്നാണ്. അവർ വഴിയാണ് ഹൈക്കമാൻഡിലേക്ക് വിവരം എത്തുക. അപ്പോഴായിരിക്കും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. എന്തായാലും കേരളത്തിന് ചുമതലയുള്ള AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉത്തമ ബോധ്യമുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്ന് ഔപചാരികമായൊരു നിർദ്ദേശം വരാതെ അദ്ദേഹത്തിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇവിടെ നേതാക്കൾക്കിടയിൽ ഏകാഭിപ്രായമുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളും പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പല പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ, ഒപ്പം തന്നെ ലോക്സഭയിലെ വിപ്പായ കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളാരും ഇതുവരെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല, നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഈ കാര്യത്തിൽ ചെറിയ ആശങ്കകളുണ്ടോ? അത് ഉപതെരഞ്ഞെടുപ്പ് ഭീതി കൊണ്ട് മാത്രമാണോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കുന്നതുകൊണ്ടാണോ, എന്താണ് ഈ കാര്യം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളുമുണ്ട്. എന്തായാലും വളരെ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ആ കൂടിയാലോചന എവിടെ എത്തും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ശരി, ശ്രീജിത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് കൂടിയാലോചനകൾ ഇപ്പോഴും നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.